നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗെറ്റ് ബൈ എന്നുള്ള ഫ്രേസൽ വെർബിനെ പറ്റിയാണ്. അപ്പോൾ തന്നെ ഫ്രേസൽ വെർബ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വെർബ് പ്ലസ് പ്രിപ്പോസിഷനെയാണ് നമ്മൾ ഫ്രേസൽ വെർബ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ഗെറ്റ് എന്ന് പറയുന്ന വെർബും ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനും കൂടെ ചേർന്ന് വരുന്ന ഒരു കോമ്പിനേഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ വേറൊരു ആശയമായിരിക്കും സെൻറ്റൻസിന് നൽകുന്നത്. ഗെറ്റിൻ്റെ ആശയമായിരിക്കത്തില്ല, അത് ഓർത്ത് വെച്ചിരിക്കാം. അപ്പോൾ നമുക്ക് ഗെറ്റ് ബൈയുടെ ഒന്നാമത്തെ ആശയത്തോട്ട് പോകാം. ഒന്നാമത്തെ ആശയം എന്തെന്ന് വെച്ചാൽ ടു ഹാവ് ഇനഫ് മണി, അതായത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ട്, മണിയുണ്ട് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗെറ്റ് ബൈ യൂസ് ചെയ്ത് സംസാരിക്കണം. ആവശ്യത്തിനെന്ന് പറയുമ്പോൾ ഒരുപാടല്ല, അത്യാവശ്യം ബേസിക് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനുള്ള മണിയുണ്ട് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് ബൈ യൂസ് ചെയ്യുന്നത്. ഒരുപാട് പൈസയില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള ക്യാഷ് മാത്രമേ നമ്മുടെ ഉള്ളൂ. ആ ഒരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് ബൈ നമ്മുടെ സെൻറ്റൻസിൽ ചേർക്കുന്നത്. ഒന്നാമത്തെ സെൻറ്റൻസിലോട്ട് പോകാം. ദേ ഹാവ് ഇനഫ് മണി ടു ഗെറ്റ് ബൈ. ആ സെൻറ്റൻസിൻ്റെ ഒരു ആശയം എന്തെന്ന് വെച്ചാൽ, അതായത് അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള, നടത്തിക്കൊണ്ട് പോകാനുള്ള മണിയെ അവരുടെ കയ്യിലുള്ളൂ എന്നുള്ളൊരു സെൻറ്റൻസാണ് ദേ ഹാവ് ഇനഫ് മണി ടു ഗെറ്റ് ബൈ. അതായത് നിലനിന്ന് പോകാനുള്ള, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ നിലനിന്ന് പോകാനുള്ള പൈസയെ അവരുടെ കയ്യിലുള്ളൂ എന്നുള്ളൊരു സെൻറ്റൻസാണ്. അതിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നിലനിന്ന് പോകാനുള്ള ക്യാഷ്, മണി എന്നൊരാശയമാണ് അവിടെ ഗെറ്റ് ബൈ കൊടുക്കുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസിലോട്ട് പോവാം. ഡു യു ഹാവ് ഇനഫ് ടു ഗെറ്റ് ബൈ. ആവശ്യത്തിന് നിൻ്റെ, അതായത് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട്, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് നിൻ്റെ കയ്യിൽ മണിയുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെയും പറയാം. ഡു യു ഹാവ് ഇനഫ് മണി എന്ന് നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം. പക്ഷേ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ നിന്ന് പോകാൻ വേണ്ടി, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആവശ്യത്തിന് പണമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കോമൺ. ഡു യു ഹാവ് ഇനഫ് ടു ഗെറ്റ് ബൈ, അതായത് നിലനിന്ന് പോകാൻ നിൻ്റെ ആവശ്യത്തിന് പൈസയുണ്ടോ, ക്യാഷ് ഉണ്ടോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതാണ് നോർമലായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യാറുള്ള ഒരു മെത്തേഡ്. ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ്, ഹീ ഈസ് ജസ്റ്റ് ഗെറ്റിംഗ് ബൈ. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു സെൻറ്റൻസിൻ്റെ ആശയം എന്ന് വെച്ചാൽ അവൻ കുഴപ്പമില്ലാതെ പോവുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മീൻസ് അത്യാവശ്യത്തിനുള്ള ക്യാഷ് അവൻ്റെ ഉണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യത്തിനുള്ള ക്യാഷ് ഉണ്ട്, കൂടുതലായിട്ടൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഗെറ്റിംഗ് ബൈ, കുഴപ്പമില്ലാതെ, അത്യാവശ്യം, അതായത് ഇപ്പം മാനേജ് ചെയ്ത് പോവുകയാണ് എന്നൊരാശയമാണ് അതിൻ്റെ ആ സെൻറ്റൻസിനുള്ളത്. ഹീ ഈസ് ജസ്റ്റ് ഗെറ്റിംഗ് ബൈ, അതായത് ആവശ്യത്തിനുള്ള ക്യാഷ് മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും അതിൻ്റെ ഇല്ല. അതിൻ്റെ ഒരു ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ദേ ആർ ബെയർലി ഗെറ്റിംഗ് ബൈ. അതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ അവരുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്, വളരെ കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അതായത് അവരുടെ കയ്യിൽ അധികം ക്യാഷ് ഇല്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള ക്യാഷ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവർ കഷ്ടപ്പെട്ടാണ് പോകുന്നത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നമ്മൾ ഫൈനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴാണ് ഈ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കാറുള്ളത്. ദേ ആർ ബെയർലി ഗെറ്റിംഗ് ബൈ, വളരെ കഷ്ടപ്പെട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഗെറ്റിംഗ് ബൈയോട് കൊടുത്തിരിക്കുന്ന ആശയം ബേസിക് ആയിട്ടുള്ള ചിലവുകളൊക്കെ കഴിക്കാനുള്ള ക്യാഷ് അവരുടെ കയ്യിൽ ഉള്ളൂ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഹൗ ഡു യു ഗെറ്റ് ബൈ ഫ്രം വൺ ഡേ ടു ദ നെക്സ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഫേമസ് ആണ്. നീ ഓരോ ദിവസം എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സെൻറ്റൻസാണ്. അവിടെയും ഗെറ്റ് ബൈ കൊടുത്തിരിക്കുന്ന ആശയം നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ട് എല്ലാ ദിവസത്തെയും ചിലവുകൾ, ആ ചിലവുകൾ എങ്ങനെയാണ് സർവൈവ് ചെയ്ത് പോകുന്നത്, ആ ഒരു ആശയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹൗ ഡു യു ഗെറ്റ് ബൈ ഫ്രം വൺ ഡേ ടു നെക്സ്റ്റ്. എങ്ങനെയാണ് നീ ഒരു ദിവസത്തിൽ നിന്ന് മറ്റൊരു ദിവസത്തിലോട്ട്, അതായത് ആ ചിലവുകൾ എങ്ങനെയാണ് ഒരു ദിവസത്തിൽ നിന്ന് മറ്റൊരു ദിവസത്തിലോട്ട് നിന്ന് പോകുന്നത് എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസ് ആണത്. നിങ്ങളതൊരു ആശയപരമായിട്ട് ചിന്തിക്കുക. ആ സെൻറ്റൻസ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വെൻ വി വെയർ സ്റ്റുഡൻറ്റ് വി ഗോട്ട് ബൈ ഓൺ വെരി ലിറ്റിൽ മണി. അവിടെ ഗെറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ഗോട്ട് ബൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ സെൻറ്റൻസിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ വെൻ വി വെയർ സ്റ്റുഡൻസ് വി ഗോട്ട് ബൈ ഓൺ വെരി ലിറ്റിൽ മണി. അതായത് ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്ന സമയത്ത് വളരെ കുറച്ച് പൈസ കൊണ്ടായിരുന്നു ഞങ്ങൾ മുന്നോട്ട് നിന്ന് പോയിരുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ നിന്ന് പോയിരുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഗോട്ട് ബൈ ചേർത്തിരിക്കുന്നത്. പാസ്റ്റ് ടെൻസിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഗോട്ട് ബൈ ആയത്. ആ സെൻറ്റൻസും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഐ ഡോണ്ട് ഏൺ എ ഹ്യൂജ് സാലറി ബട്ട് വി ഗെറ്റ് ബൈ. ഞാൻ അധികം വലിയ ക്യാഷ് ഒന്നും ഉണ്ടാക്കുന്നില്ല, ബട്ട് വി ഗെറ്റ് ബൈ. പക്ഷേ ഞങ്ങളിങ്ങനെ നിലനിന്ന് പോവുകയാണ്, അതായത് നിലനിന്ന് പോകാനുള്ള ക്യാഷ്, ബേസിക് ആയിട്ടുള്ള പണം ഞങ്ങളുടെ കയ്യിലുണ്ട്, അപ്പം അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നിലനിന്ന് പോവുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഐ ക്യാൻ ബെയർലി ഗെറ്റ് ഓൺ $60,000 എ ഇയർ. അതായത് $60,000 കൊണ്ട് എനിക്ക് കഷ്ടിച്ചേ
നിലനിന്ന് പോകാൻ കഴിയുന്നുള്ളൂ എന്നൊരാൾ പറയുന്നൊരു സെൻറ്റൻസാണ്. അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് $60,000 കൊണ്ട് $60,000 കൊണ്ട് വളരെ കഷ്ടിച്ചാണ് ഞാൻ ഒരു വർഷം പോകുന്നത് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അതായത് $60,000 അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ പെർ ഇൻകം. അപ്പം $60,000 കൊണ്ട് ഞാൻ വളരെ കഷ്ടിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ആ ക്യാഷ് കൊണ്ടാണ്, ആ മണി കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ആ ഒരു ആശയമാണ് അവിടെ ഗെറ്റ് ബൈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗെറ്റ് ബൈ ഓൺ കാണാം, ഗെറ്റ് ബൈ ഓൺ എന്നാണ്. ആ ഗെറ്റ് ബൈ ഓൺ, ആ ഒരു ഗെറ്റ് ബൈയും പ്ലസ് ഓൺ, പ്രിപ്പോസിഷൻ ഓണും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സെയിം മീനിങ് തന്നെയാണ് കൊടുക്കുന്നത്. നിലനിന്ന് പോവുക, സർവൈവ് ചെയ്ത് പോവുക, ആ ക്യാഷ് കൊണ്ട്, ആ മണി കൊണ്ട് സർവൈവ് ചെയ്ത് പോകുക എന്നൊരാശയമാണ് അവിടെ ഗെറ്റ് ബൈ ഓണും കൊടുത്തിരിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഗെറ്റ് ബൈയുടെ രണ്ടാമത്തെ ആശയം എന്തെന്ന് വെച്ചാൽ പാസ് ചെയ്യുക. ഒരാളെ പാസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ പാസ് ചെയ്യുകയോ അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗെറ്റ് ബൈ യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. അങ്ങനത്തെ 2-3 സെൻറ്റൻസ് നോക്കാം. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു എക്സ്പ്രഷൻ. നിങ്ങൾക്ക് നോക്കാം. നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഇടയിൽ ഗെറ്റ് ബൈ ചേർത്ത് ഇങ്ങനെ പറയുന്നത് കാണാൻ സാധിക്കും. ഞാൻ പാസ് ചെയ്ത് പൊയ്ക്കോട്ടെ, ഞാൻ താങ്കളെ പാസ് ചെയ്ത് പൊയ്ക്കോട്ടെ എന്ന് പറയുന്നതിന് പകരം ഗെറ്റ് ബൈ ചേർത്ത് പറയുന്നത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോവാം. എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ ഗെറ്റ് ബൈ? അതിൻ്റെ ആശയം എന്ന് വെച്ചാൽ ഞാൻ പാസ് ചെയ്തോട്ടെ, താങ്കളെ പാസ് ചെയ്ത് മറികടന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റനാണ്. നമ്മൾ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ ഗെറ്റ് ബൈ? ഞാൻ നിങ്ങളെ പാസ് ചെയ്ത് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ്, റിക്വസ്റ്റാണത്. അതുതന്നെയാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ക്യാൻ ഐ ഗെറ്റ് ബൈ യു? അങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ട്. ക്യാൻ ഐ ഗെറ്റ് ബൈ യു സെയിം ആശയം തന്നെയാണ്. ഞാൻ താങ്കളെ പാസ് ചെയ്ത് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റനാണ്. മേ ഐ ഗെറ്റ് ബൈ? പൊളൈറ്റായിട്ട് മേ ചേർത്ത് ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ. മേ ഐ ഗെറ്റ് ബൈ? ഞാൻ പാസ് ചെയ്ത് പൊയ്ക്കോട്ടെ, താങ്കളെ പാസ് ചെയ്ത് പൊയ്ക്കോട്ടെ. ഐ നീഡ് ടു ഗെറ്റ് ബൈ? എനിക്ക് പാസ് ചെയ്ത് പോകണം എന്ന് പറയുന്നൊരു സെൻറ്റൻസാണത്. നെക്സ്റ്റ്, ഐ ആം ട്രൈങ് ടു ഗെറ്റ് ബൈ? ഞാൻ പാസ് ചെയ്ത് പോകാൻ ശ്രമിക്കുകയാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഐ കാൺ ഗെറ്റ് ബൈ? എനിക്ക് പാസ് ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് മറികടന്ന് പോകാൻ കഴിയുന്നില്ല എന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദിസ് കാർ വോണ്ട് ലെറ്റ് മീ ഗെറ്റ് ബൈ? ആ കാർ എന്നെ പാസ് ചെയ്ത് പോകാൻ, ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. അതായത് നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന കാറിൻ്റെ മുന്നിൽ വേറെ ഏതെങ്കിലും കാർ നമുക്ക് ബ്ലോക്കായിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, ദിസ് കാർ വോണ്ട് മീ ഗെറ്റ് ബൈ? ആ കാറ് എന്നെ പാസ് ചെയ്ത് പോകാൻ, മറികടന്ന് പോകാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഗെറ്റ് ബൈ നമ്മൾ പാസ് ചെയ്ത് പോവുക, ഓവർടേക്ക് ചെയ്ത് പോവുക, മറികടന്ന് പോവുക എന്നൊരാശയത്തിന് സംസാരിക്കാറുണ്ട്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഈ രണ്ട് ആശയവും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഗെറ്റ് ബൈ നമ്മൾ മണിയുടെ കാര്യം പറഞ്ഞതിൻ്റെ കൂട്ട് മണിയുടെ ബുദ്ധിമുട്ട് കാണിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമല്ല, സിറ്റുവേഷൻ പല ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി നിലനിന്ന് പോവുക, സർവൈവ് ചെയ്ത് പോകുക എന്നൊരു രീതിയിൽ നമ്മൾ ഗെറ്റ് ബൈ ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. 2 സെൻറ്റൻസ് നോക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. We can get by with 4 computers at the moment, but we will need a couple of more when the new staff arrive. അതായത് ഒരു സ്ഥാപനത്തിലെ അവിടുത്തെ ഒരു മാനേജർ പറയുകയാണ്, വി ക്യാൻ ഗെറ്റ് ബൈ വിത്ത് 4 കമ്പ്യൂട്ടേഴ്സ് അറ്റ് ദ മൊമെൻറ്റ്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ 4 കമ്പ്യൂട്ടർ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ബട്ട് വി വിൽ നീഡ് എ കപ്പിൾ ഓഫ് മോർ വെൻ ദ ന്യൂ സ്റ്റാഫ് അറൈവ്. പുതിയ സ്റ്റാഫ് എത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് കപ്പിൾ ഓഫ് മോർ മീൻസ് വെച്ചാൽ കുറച്ചുകൂടെ കൂടുതൽ കമ്പ്യൂട്ടർ നമുക്ക് വേണ്ടി വരും എന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമുണ്ട്. മാനേജർ ഇങ്ങനെ അവരോട് പറയുന്നതാണ്, അവിടുത്തെ സ്റ്റാഫിനോട് പറയുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. വി ക്യാൻ ഗെറ്റ് ബൈ വിത്ത് 4 കമ്പ്യൂട്ടേഴ്സ് അറ്റ് ദ മൊമെൻറ്റ്. 4 കമ്പ്യൂട്ടർ കൊണ്ട് നമുക്കിപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കും, നിന്ന് പോകാൻ സാധിക്കും എന്നുള്ളൊരു സെൻറ്റൻസാണ്. അതായത് അവിടുത്തെ ആ സിറ്റുവേഷൻ, അവിടുത്തെ ആ വർക്ക് ഇപ്പോൾ 4 കമ്പ്യൂട്ടർ കൊണ്ട് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഗെറ്റ് ബൈ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും ഓർത്ത് വെച്ചിരിക്കുക. ഇങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് പോകുക, അതിൽ സർവൈവ് ചെയ്ത് പോകുക എന്നൊരാശയം കൊടുത്ത് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗെറ്റ് ബൈ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഓർത്ത് വയ്ക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ജോലി വർക്ക് സൈറ്റിലൊക്കെ നമ്മൾ ഈ ഗെറ്റ് ബൈ ചേർത്ത് വളരെ കൂടുതലായിട്ട് സംസാരിക്കാറുണ്ട്. അത് ഓർത്ത് വെച്ചിരിക്കാം. ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. ഇറ്റ് ഈസ് സംടൈംസ് ഡിഫിക്കൽട്ട് ടു വർക്ക് ആൻഡ് സ്റ്റഡി അറ്റ് ദ സെയിം ടൈം ബട്ട് ഐ ആം ഷുവർ ഐ വിൽ ഗെറ്റ് ബൈ. അതായത് ഒരാളിങ്ങനെ പറയുന്നതാണ്, ഇറ്റ് ഈസ് സംടൈംസ് ഡിഫിക്കൽട്ട് ടു വർക്ക് ആൻഡ് സ്റ്റഡി അറ്റ് ദ സെയിം ടൈം. അതായത് ഒരേ സമയത്ത് പഠിക്കുകയും
വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് ചില സമയത്ത് ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ബട്ട് ഐ ആം ഷുവർ ഐ വിൽ ഗെറ്റ് ബൈ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഐ വിൽ ഗെറ്റ് ബൈ, ഞാനത് മാനേജ് ചെയ്യും എന്നുള്ളൊരു സെൻറ്റൻസാണ്. ബട്ട് ഐ ആം ഷുവർ ഐ വിൽ ഗെറ്റ് ബൈ, ഞാനത് സർവൈവ് ചെയ്യും, ഞാനത് മാനേജ് ചെയ്യും എന്നൊരാശയമാണ് അവിടെ ഗെറ്റ് ബൈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. പല പല സിറ്റുവേഷനിലൊക്കെ സർവൈവ് ചെയ്ത് പോയി, മാനേജ് ചെയ്ത് പോവുകയാണ് എന്നിങ്ങനെ ആശയം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗെറ്റ് ബൈ ചേർത്ത് സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വർക്ക് സൈറ്റിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഗെറ്റ് ബൈ ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. ഞാൻ ഇന്ന സിറ്റുവേഷനിൽ ഞാനിങ്ങനെ സർവൈവ് ചെയ്ത് പോയി, നിലനിന്ന് പോയി, മാനേജ് ചെയ്ത് പോയി എന്നിങ്ങനെ നമ്മുടെ വർക്ക് റിലേറ്റഡായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഗെറ്റ് ബൈ ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. അത് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ മണി റിലേറ്റഡായിട്ട് നമ്മൾ ഗെറ്റ് ബൈ നമ്മൾ യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. എനിക്ക് അത്യാവശ്യം ക്യാഷ് ഉണ്ട് എന്നൊരാശയത്തിൽ സംസാരിക്കാനായിട്ട് നമ്മൾ ഗെറ്റ് ബൈ ചേർത്ത് സംസാരിക്കാറുണ്ട്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട് അത്യാവശ്യത്തിന് ക്യാഷ് ഉണ്ട് എന്നൊരാശയം കൊടുത്ത് ഗെറ്റ് ബൈ ചേർത്ത് സംസാരിക്കാറുണ്ട്. രണ്ടാമത്തത് പാസ്, അതായത് ഒരാളെ മറികടന്ന് പോവുക, പാസ് ചെയ്ത് പോവുക എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗെറ്റ് ബൈ ചേർത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.